നമസ്കാരം. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് രണ്ട് ചോദ്യങ്ങളാണ് എടുത്തേക്കുന്നത്. രണ്ടും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് ഉള്ള കുട്ടികൾക്ക് തെറ്റുന്ന ചാപ്റ്ററായ ട്രിഗണോമെട്രി. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവനൊക്കെ പഠിച്ചോണം. ഞാൻ പറഞ്ഞ എപ്പോഴും റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ടും പഠിച്ചേക്കണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങളൊന്ന് കളക്ട് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസുകൾ ശരിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ശരിയായിട്ട് അറ്റൻഡ് ചെയ്യാന്ന് അത്ര ഈസി അല്ല. ഓക്കെ, ഇത്തിരി പണിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നല്ലതുപോലെ വർക്ക് ചെയ്യുക. മാക്സിമം ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം പഠിക്കണം. എന്തെങ്കിലും ഒരു എൻട്രൻസ് കൊണ്ട് പ്രയോജനമുള്ളൂ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും അതിനോടനുബന്ധിക്കുന്ന നോട്ട്സുകളും മീൻസ് മെറ്റീരിയൽസും കിട്ടുകയും ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിക്കേ. വല്ലതും ഒന്ന് നോക്കിക്കേ. അറേഞ്ച് ദം ഇൻ അസെൻഡിങ് ഓർഡർ. കാണുമ്പോൾ ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുകയും ചെയ്യും അല്ലേ. sin 1 sin 2 sin 3. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 2 3. ഇത് റേഡിയനാണ്, ഡിഗ്രി അല്ല. ഓക്കെ, അല്ല sin 1 ഡിഗ്രി sin 2 ഡിഗ്രി sin 3 ഡിഗ്രി എന്നല്ല. sin 1 റേഡിയൻ sin 2 റേഡിയൻ sin 3 റേഡിയനാണ്. അപ്പോൾ ഈ റേഡിയൻ ആയതുകൊണ്ട് തന്നെയാണ് ഈ പ്രോബ്ലത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നോട്ട്ബുക്കൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ അങ്ങ് എഴുതി പോകാം കേട്ടോ. നല്ല പ്രയോജനമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ പഠിക്കാനും രസകരമായിട്ട് ചെയ്യാനും ഒക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഈ 1 റേഡിയൻ. ഈ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാനിപ്പോൾ ഒരു 57 ഡിഗ്രി അങ്ങ് എടുക്കുകയാണ്. ഏകദേശം അത്രയൊക്കെയാണല്ലോ, അടുത്താണല്ലോ. അപ്പോൾ അങ്ങനെ എടുത്താൽ ഇച്ചിരി എളുപ്പം. അപ്പം 1 ഡിഗ്രി 57 ആണെങ്കിൽ 1 റേഡിയൻ 57 ഡിഗ്രി ആണെങ്കിൽ 2 റേഡിയൻ എത്ര ആയിരിക്കും? 114 ഡിഗ്രി അല്ലേ. നെക്സ്റ്റ് 3 റേഡിയൻ. 3 റേഡിയൻ എന്ന് പറയുമ്പോൾ 3 × 57. ആൻസർ വരുന്നത് 171. ഇത്രയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഓരോരുത്തരും ചെയ്യാം. sin 1 റേഡിയൻ ഈസ് ഈക്വൽ ടു sin 57 ഡിഗ്രി. 57 ഡിഗ്രി ആയിട്ട് നമുക്കൊന്നും നോക്കണ്ട. നമുക്ക് 90 താഴെ ആയതുകൊണ്ട് ഏകദേശം നമുക്ക് വാല്യൂവിനൊരു ഉദ്ദേശമുണ്ട് അല്ലേ. നെക്സ്റ്റ് sin 2 റേഡിയൻ. sin 2 റേഡിയൻ എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് 114 ഡിഗ്രി എന്നാണ് അല്ലേ. 114 ഡിഗ്രി നമുക്കൊന്ന് ചെറുതാക്കാം. ഓക്കെ, നമുക്ക് റിഡക്ഷൻ നടത്താം. ദാറ്റ് ഈസ് സൈൻ ഓഫ് 180 മൈനസ് എത്ര നോക്കിക്കേ. 180 എത്ര പോയാലാ 114 വരുന്നത്? 66 ആണ് കേട്ടോ. ആൻസർ വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 66 ഡിഗ്രി. അപ്പോൾ അത് കിട്ടി. നെക്സ്റ്റ് സൈൻ 3 റേഡിയൻ ആണ്. സൈൻ 3 റേഡിയൻ വരുമ്പോൾ സൈൻ ഓഫ് 171 ഡിഗ്രി ആയി. ആദ്യം നമ്മൾ റേഡിയനെ ഡിഗ്രിയിലോ മാറ്റി. നെക്സ്റ്റ് എന്താണ്? റിഡക്ഷൻ അപ്ലൈ ചെയ്യണം. 171 നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് സൈൻ ഓഫ് 180 മൈനസ് എത്ര എളുപ്പം എന്ന് പറഞ്ഞേ. 180 എത്ര കുറച്ചാലാണ് 171 വരുന്നത്? 9. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 9 ഡിഗ്രി. ഇതെല്ലാം പോസിറ്റീവിലാണ്, കാരണം ഇതെല്ലാം സെക്കൻഡ് ക്വാഡ്രന്റ് കേട്ടോ. 180 മൈനസ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ ഈസ് പോസിറ്റീവ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമുക്കതൊക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ ഈ 3 വാല്യൂസ് കിട്ടി മോനെ. സൈൻ ഓഫ് 57 കിട്ടി, സൈൻ ഓഫ് 66 കിട്ടി, സൈൻ ഓഫ് ആരെ കിട്ടി? 9 കിട്ടി. ഇപ്പം നിങ്ങൾക്ക് 90 കുറവുള്ളതിനെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. 90 കുറവാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ, 0യിൽ നിന്നും 90ലോട്ട് കൂടുമ്പോൾ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക സൈൻ്റേത് കേട്ടോ. ഓർത്തോണം. 0യിൽ നിന്ന് 1 ആകുമ്പോൾ, 1ൽ നിന്ന് 2 ആകുമ്പോൾ, 2ൽ നിന്ന് 3 ആകുമ്പോൾ, 3ൽ നിന്ന് 4 ആകുമ്പോൾ ആൻസർ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറിയ ഡിഗ്രിക്കായിരിക്കും ചെറിയ വാല്യൂ. ഇവിടെ സൈൻ 9 ഡിഗ്രിയാണ് ഏറ്റവും ചെറുത് അല്ലേ. അതാണ് ഏറ്റവും സ്മോളസ്റ്റ്. നെക്സ്റ്റ് ചെറുത് വരുന്ന സൈൻ 57. പിന്നെ ഏറ്റവും വലുത് സൈൻ 66. അപ്പോൾ ഓർത്തോണം, ഇയാളാണ് ഏറ്റവും ചെറുത്. തൊട്ട് വലുത് നമുക്ക് അസെൻഡിങ് ഓർഡർ ആണ് വേണ്ടത്. അസെൻഡിങ് ഓർഡർ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കണം ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ചെറുത് ആദ്യം എഴുതുമ്പോൾ സൈൻ 9. സൈൻ 9 എന്ന് പറയുമ്പോൾ എത്ര? സൈൻ 3. ഓക്കെ, അതാണ് ഏറ്റവും ചെറുത്. പിന്നെ തൊട്ട് വലുത് നിൽക്കുന്ന സൈൻ 57. അതാരാ? സൈൻ 1 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ആരായിരിക്കും പിന്നെ? സൈൻ 2. ഇതാണ് അതിൻ്റെ ഓർഡർ. സൈൻ 3 ലെസ് ദാൻ സൈൻ 1 ലെസ് ദാൻ സൈൻ 2. സൈൻ 3 ലെസ് ദാൻ സൈൻ 1 ലെസ് ദാൻ സൈൻ 2. ഓക്കെ, സാധാരണ നമ്മളിതിനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനെയാണെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. മറ്റേതുപോലെ തന്നെ ഇത്തിരി പ്രശ്നക്കാരനാണ്. ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ചു നോക്കുക.
x equal to sin 40 plus cos 40 and y is equal to sin 42 degree plus cos 42 degree. Then x greater than y, x equal to y, x less than y, x square is equal to y. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? ഇപ്പോൾ എക്സും വൈ എന്നുണ്ട് ഈ ഡിഗ്രി ഒന്നും നമുക്ക് വലിയ പരിചയമില്ല, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷേ അപ്പോൾ അതിനെയൊക്കെ ചെയ്യാനുള്ള വഴികൾ എന്താണ്, എങ്ങനെയാണ് ആ രീതിയിൽ കൂടെ നമ്മൾ ഏബിൾ ആവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടോടെ ഞാൻ പഠിപ്പിക്കുകയാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ എന്തായാലും ഇപ്പം നോക്കിക്കേ, സൈൻ ഞാൻ 20 ഡിഗ്രിയെ പറയാം. സൈൻ 20 ഡിഗ്രി പ്ലസ് കോസ് 20 ഡിഗ്രി, ഏതെങ്കിലും ഡിഗ്രി ആയിക്കോട്ടെ, 20 ഞാനിപ്പോൾ എഴുതുന്നത് കേട്ടോ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദറ്റ് ഈസ് √2 ഇൻറ്റു സൈൻ ഓഫ് 45 + 20 ദറ്റ് ഈസ് 65 ഡിഗ്രി എന്ന് എഴുതാം. ഇതൊരു റിസൾട്ടാണ്. സൈൻ 20 പ്ലസ് കോസ് 20 അതിനെ ഞാനിപ്പോൾ മറ്റൊരു രീതിയിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ പ്ലസ് കോസ് എ, ബി അല്ല എ, രണ്ട് സെയിം ഡിഗ്രി കേട്ടോ. സൈൻ എ പ്ലസ് കോസ് എ എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദറ്റ് ഈസ് √2 ഇൻറ്റു സൈൻ ഓഫ് 45 + എ എന്ന് നിങ്ങൾക്ക് മാറ്റി എഴുതാം കേട്ടോ. സൈൻ എ പ്ലസ് കോസ് എ ക്യാൻ ബി √2 ഇൻറ്റു സൈൻ ഓഫ് 45 + എ. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സൈൻ 20 പ്ലസ് കോസ് 20 എന്നുള്ളതിന് നമുക്ക് നോക്കിക്കേ, ഒരു 1/√2 ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു, എന്നിട്ടൊരു √2 പുറത്തും കൊടുത്തു, വാല്യൂ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. 1/√2 കൊടുത്തു, പുറത്തും മണ്ടയ്ക്ക് √2 കൊടുത്താൽ വാല്യൂ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ 1/√2 നമുക്ക് 1/√2 നമുക്ക് കോസ് 45 എന്ന് കൊടുക്കാം. ഈ 1/√2 പകരം സൈൻ 45 എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കിക്കേ എങ്ങനെ വരും നോക്കിക്കേ, ദാറ്റ് ഈസ് √2 ഇൻറ്റു ഈ 1/√2 വരും കോസ് 45 ഇൻറ്റു സൈൻ 20. ഞാൻ തിയറം പറയാണ്, അല്ലാതെ ഇത് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈ റിസൾട്ട് പഠിച്ചു വെച്ചാൽ മതി. പക്ഷേ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പല കുട്ടികളും ഞാനിങ്ങനെ എഴുതുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കുക. ഇപ്പോൾ കോസ് 45 ഇൻറ്റു സൈൻ 20, ഈ 1/√2 നമുക്ക് സൈൻ 45 ഇൻറ്റു കോസ് 20. ഇപ്പോൾ നോക്കിക്കേ, ഇത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, അല്ലെങ്കിൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആയി അല്ലേ. ദാറ്റ് ഈസ് സൈൻ ഓഫ് എ പ്ലസ് ബി ആവും. ദാറ്റ് ഈസ് √2 ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി. ഇതുണ്ട്. അപ്പോൾ ഇന്നൊരു 45 + 20 ആൻസർ ആരെന്ന് കിട്ടും, സൈൻ ഓഫ് ആരെന്ന് കിട്ടും 65. അപ്പോൾ √2 ഇൻറ്റു സൈൻ ഓഫ് 65 ആയി. അപ്പോൾ ഇവിടെ ഏത് ഡിഗ്രി ഇങ്ങനെ വന്നാലും നമുക്കതിനെ ഇങ്ങനെ എഴുതാം, √2 ഇൻറ്റു സൈൻ ഓഫ് ദിസ് ആംഗിൾ പ്ലസ് 45. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ 40 പ്ലസ് കോസ് 40 നമുക്ക് ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു √2 ഇൻറ്റു സൈൻ ഓഫ് 40യുടെ കൂടെ ആരും കൂടെ ആഡ് ചെയ്യണം, 45. ആൻസർ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ആൻസർ എത്ര ഡിഗ്രി ആയി, 85 ഡിഗ്രി എന്നായി. ഓക്കെ, നെക്സ്റ്റ് y ഈസ് ഈക്വൽ ടു ഇതേപോലെ തന്നെ അവനെ സൈൻ 42 പ്ലസ് കോസ് 42 ആണ്. അപ്പോൾ എങ്ങനെ ആയിരിക്കും, അവിടെ ആഡ് ചെയ്യുമ്പോൾ √2 ഇൻറ്റു സൈൻ ഓഫ് 45 + 42 ആക്കുമ്പോൾ √2 ഇൻറ്റു സൈൻ ഓഫ് ആരെന്ന് കിട്ടുമോനെ 42നോട് 45 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് 87. ഇപ്പോൾ നമ്മുടെ എക്സും y ആയി. എക്സ് എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു സൈൻ 85, y എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു സൈൻ 87. √2നെ വിട്ടേര്, രണ്ടുപേരും കോമൺ ആയിട്ടുള്ളതാണ്. മറ്റേ രണ്ടുപേരും കമ്പയർ ചെയ്താൽ ഏതാ വലുത് ഏതാ ചെറുതാ? ഞാൻ നേരത്തെ പറയായിരുന്നു 0ൽ നിന്ന് 90 പോകുന്നതോറും വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ സൈൻ 85 ആണോ സൈൻ 87 ആണോ വലുത് ചെറുതെന്ന് ചോദിച്ചാൽ ഇയാൾ ചെറുതും ഇയാൾ വലുതുമാണ്. സൈൻ 85 ചെറുതാണ്, സൈൻ 87 വലുതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആരാണ് ചെറുത്, എക്സ് ചെറുതാണ്, വൈ വലുതാണ്. ദാറ്റ് മീൻസ് എക്സ് ലെസ് ദാൻ വൈ ആണ് കേട്ടോ. എക്സ് ലെസ് ദാൻ വൈ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു പുതിയ റിസൾട്ടോടെ നിങ്ങൾ പഠിച്ചില്ലേ, നല്ലൊരു റിസൾട്ടാണ്. സൈൻ എ പ്ലസ് കോസ് ബി ക്യാൻ ബി റിട്ടൺ ആസ് √2 ഇൻറ്റു സൈൻ ഓഫ് 45 + എ. സൈൻ എ പ്ലസ് കോസ് ബി അല്ല, സൈൻ എ പ്ലസ് കോസ് എ ക്യാൻ ബി √2 ഇൻറ്റു സൈൻ ഓഫ് 45 + എ എന്ന് എഴുതാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് ഇത് കേട്ടോ. ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ 2 ചോദ്യങ്ങൾ എടുത്തിരുന്നത്, രണ്ടും നല്ല അടിപൊളി ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലോട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഒരാൾക്ക് ഒന്ന് പഠിക്കാൻ പറ്റിയ ക്വസ്റ്റൻ ആണ് എന്നുള്ളത് തോന്നിയാൽ ഉറപ്പായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. മാക്സിമം പഠിക്കുക. പിന്നെ ക്ലാസ്സുകളൊക്കെ വരുന്നത് നിങ്ങൾ മാക്സിമം ബുക്കിലോട്ട് എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. കാരണം അപ്പോൾ നമുക്ക് പിന്നീടൊന്ന് റിവിഷൻ നടത്താനും കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.